സഅദ് ബിൻ ഉബാദ തങ്ങൾ ഒരു ദിവസം 80 മുത്തഅല്ലിമീങ്ങളെ അഥവാ സ്വഹാബത്തിനെ വീട്ടിലേക്ക് ഫുഡിന് കൊണ്ടുപോകുന്ന ആളാണ്. 80 ആളാ. ഇത് കണ്ട് പഠിച്ച മോനാണ് ഈ ഖൈസറുല്ലാഹ്. വിത്ത് ഗുണം 10 ഗുണം എന്നോണം ഹാഫിള് ദഹബി പറയുന്നുണ്ട്. ഉപ്പാനെ കണ്ടിട്ട് അങ്ങനെ തന്നെ സ്വതക്ക പഠിച്ച ആളാണ് മോന്. പൊതുവെ പല പ്രമാണിമാരുടെയും സ്വതക്ക മക്കൾ പഠിക്കൂല. അതുകൊണ്ടാണ് അത്തരം ഹാജിയന്മാര് മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് സംഭാവനക്ക് സ്ഥാപന സംഘടനാ സാരഥികൾ പോയാൽ ഇക്കണോമിക്കലി കുറച്ച് ക്രൈസിസ് ആണ്, ഹോർമോൺസ് കണ്ടലൊക്കെ അടച്ചിട്ടാണ് ഉള്ളത്, ഫിനാൻഷ്യലി കുറച്ച് പ്രോബ്ലംസ് ആണ്. ഇതൊക്കെ പിശുക്കിന്റെ ഇംഗ്ലീഷാണ്, അല്ലാണ്ട് വേറെ ആയത്തിന്റെ നമ്പറൊന്നല്ല സംഭവം. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഉപ്പ ഇത് പഠിപ്പിച്ചിട്ടില്ല. അതാണ് പ്രശ്നം. ഉപ്പ പഠിപ്പിക്കണം മക്കളെ. കിതാബിൽ കാണാം, ഇത് കാണാ, മക്കളെ നമ്മൾ ഒരിക്കലും പിശുക്ക് പഠിപ്പിക്കാൻ പാടില്ല. മക്കളെ നമ്മൾ ആരെങ്കിലും അങ്ങനെ പിശുക്ക് പഠിപ്പിക്കോ? പിശുക്ക് പഠിക്കണം, പിശുക്ക് ജീവിതത്തിൽ പുലർത്തണം, രാവിലെ വൈകുന്നേരം പിശുക്ക് കഴിക്കണം, അങ്ങനെ ആരെങ്കിലും പഠിപ്പിക്കോ? പിന്നെ എങ്ങനെ പിശുക്ക് പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ? പിശുക്ക് പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ അതിന് വ്യാഖ്യാനം എന്താന്ന് വെച്ചാൽ, മക്കൾ നമ്മൾ സ്വതക്ക ചെയ്തത് കണ്ടുകൊണ്ടേയിരിക്കണം. മക്കളെ മുമ്പ് നമ്മൾ സ്വതക്ക കൊടുക്കണം, എന്നാലേ അവരുടെ മനസ്സിൽ നിന്ന് പിശുക്ക് പോവുള്ളൂ എന്നാണ്. ഫസ്വല്ലി ലി റബ്ബിക വൻഹറിന്റെ ഒരു വ്യാഖ്യാനം പിശുക്ക് ഹൃദയത്തിൽ നിന്ന് അറുത്ത് കളയണം. ഖൈസുബിന് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു ഒരു യാത്രയിൽ ഒരൊട്ടക അറുത്തിട്ട് ഫുൾ സ്വഹാബത്തിനും കൊടുത്തു. മതിയായിട്ടില്ല എന്ന് കണ്ടാൽ അടുത്ത ഒട്ടകത്തിന് അറുത്തിട്ട് വിതരണം ചെയ്തു. മൂന്നാമതും ഒട്ടകത്തിന് അറുത്ത് വിതരണം ചെയ്തപ്പോ ക്യാപ്റ്റനായ സ്വഹാബി പറഞ്ഞു, അല്ല ഖൈസ്, ഇത് എന്ത് കൊടുക്കലോ? മതി മോനെ, എന്ത് കൊടുക്കണം, മതി. കണ്ടോ, ഓരോ സ്വതക്ക കണ്ടോ, ഓരങ്ങ് കൊടുക്കലാണ് സംഭവം. ചിന്തിക്കുകയും ചെയ്യില്ല. നമ്മളാറ്റ് ഉളുഹിയത്തിന് കൂടും. അടുത്ത മാസം വരാൻ പോകുന്നുണ്ട്, ഉളുഹിയത്തിന് കൂടും ഇല്ല. ഇനി ഓരോ ഓഹരിക്ക് 7500 എന്ന് ബോർഡുമേൽ കമ്മിറ്റിക്കാർ എഴുതി നമ്മളെന്താ പറയും, 7200 അപ്പുറത്തുനിന്ന് കിട്ടുന്നുണ്ടല്ലോ, 300 റുപ്യ ബാർഗിൻ ചെയ്തു സ്വർഗത്തിലെ വാഹനത്തിന്. നിങ്ങൾ ആലോചിച്ചു. ഇനി അഥവാ ഓരോഹരിക്ക് കൂടിയെന്ന് വിചാരിച്ചോ, ഓരോഹരിക്ക് കൂടിയെന്ന് കരുതിക്കോ, എന്നാ പിന്നെ 7 ആള് തമ്മിലുള്ള ഒരു വമ്പിച്ച പോരാട്ടമുണ്ട്. ഓരോരാൾക്കും ഇത്ര കിട്ടണോന്നുള്ള. എന്നിട്ടാറ്റ് നമ്മളെ ബക്കറ്റിൽ ആ ഓരോഹരിന്ന് കിട്ടേണ്ട ഭാഗത്ത് തലച്ചോറോ ലിവറോ കിട്ടിയില്ല എന്ന് കണ്ടാൽ മഹല്ല് ഗ്രൂപ്പ് ഒന്ന് ലെഫ്റ്റ് അടിക്കുകയും ചെയ്യും. എങ്ങനെയുണ്ട്? അടിപൊളി. നിങ്ങളെ കുറിച്ചല്ല പറയുന്ന കേട്ടോ, ഈ അമേരിക്ക ഭാഗത്തൊക്കെ ഉള്ള ഉദയത്തിനെ കുറിച്ചാ പറയണത്. അർത്താൽ അങ്ങ് വിട്ടക്കണം, പിന്നെ അതങ്ങ് കിട്ടണം, അത് ചിന്തിക്കണം, അതിനെ കുറിച്ച് എന്താ ഫീഡ്ബാക്ക്, മൊത്തത്തിൽ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നില്ലേ എന്നുള്ള ഈ പുതിയ തന്ത്രമൊന്നും നമ്മൾ അയിമല് നിൽക്കരുത്. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്ത് അങ്ങ് വിട്ടുപോയിക്കണ്ട. അതെന്താ പറയുന്നത്, ലോകത്തെ എല്ലാവരുടെയും മദ്ഹ് കേൾക്കാൻ നിന്നാലൊന്നും മനുഷ്യന്മാരായ നമുക്ക് ജീവിക്കാൻ കഴിയൂല.